നമ്മളങ്ങനെ മുംബൈ മറൈൻ ഡ്രൈവ് എത്തിയപ്പോൾ ഇവിടെ നമ്മൾ 6 രൂപ ടിക്കറ്റ് എടുത്ത് വെറും 6 രൂപ കേട്ടോ. നമ്മളെ നല്ല മിനിമം ചാർജ് വരാതൊന്നുമില്ല. അത് AC ബസ്. നമ്മളങ്ങനെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് നടക്കണമല്ലേ മുംബൈയിൽ മറൈൻ ഡ്രൈവ് കൂടി നടക്കണം. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുംബൈയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വന്ന് കണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നുണ്ടോ. സോ ഇവിടെ നമ്മൾ 6 രൂപ ടിക്കറ്റ് എടുത്ത് വെറും 6 രൂപ കേട്ടോ. അതിന് ടിക്കറ്റ് എടുത്ത് മറൈൻ ഡ്രൈവ് പോകണേ. മുംബൈയിലെ മറൈൻ ഡ്രൈവ് കാണാൻ പോകുന്നത്. ഇത് ഭയങ്കര ചീപ്പാണ്. 6 രൂപ. നമ്മളെ നല്ല മിനിമം ചാർജ് വരാതൊന്നുമില്ല. അത് AC ബസ്. ഏത് മൂഡ്. മുംബൈ വേറെ മൂടാണ് ഗൈസ്. ചീപ്പാണ് ഇവിടെ. ട്രെയിനിൽ പോകാനും ചീപ്പാണ്. ട്രെയിനിൽ വന്നപ്പോൾ 5 രൂപയുള്ളൂ. അല്ല 10 രൂപ, 17 കിലോമീറ്റർ. ഇതെന്തോ 5-6 കിലോമീറ്റർ ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഇവിടെ നിന്ന് നടക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നമ്മൾ ആ മലയാളി ചേട്ടന്മാരെ കണ്ടില്ല കഴിഞ്ഞ വീട്ടിൽ. അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. സോ ബസ്സിൽ പോകാമെന്ന് ഓർത്ത്. മാക്സിമം 5 കിലോമീറ്റർ ഉള്ളല്ലോ. അപ്പോൾ കൂടിപ്പോയാൽ 30 രൂപ. ഒരു പ്ലാനിലാണ് കയറിയത്. അപ്പോൾ 6 രൂപയെന്ന് ചേറുപ്പിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇംഗ്ലീഷിൽ 6 റുപ്പീ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 100 അടിച്ച്. അത്രേ ഉള്ള അങ്ങനെ ഓർത്ത്. പിന്നെ ടിക്കറ്റ് എടുത്ത് നേരെ പറയേണ്ടത് കാണാൻ പോണേ. അതൊക്കെ അവിടെ ചെന്നിട്ടാണോ. ഹലോ, നമ്മളങ്ങനെ ഇങ്ങോട്ട് ഒരു 2 കിലോമീറ്ററോളം നടന്നെന്നുണ്ട്. ബസ് ഒരു പോയിന്റ് വരെ ഉണ്ടായിരുന്നത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നടന്നു. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവ് എത്താറായെന്ന് തോന്നണം. കുറച്ചും കൂടി എത്തി ഏകദേശം എത്തിയിട്ടാ. സോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് മറൈൻ ഡ്രൈവ്, മുംബൈ പോലീസ് മറൈൻ ഡ്രൈവ് പോലീസ് സ്റ്റേഷൻ. നമുക്കിവിടെ കൺട്രോൾ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുട്പാത്തൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ മുംബൈ മറൈൻ ഡ്രൈവ് എത്തിയപ്പോൾ നമ്മളങ്ങനെ മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ മറൈൻ ഡ്രൈവിലൊക്കെ കുറേ പോയിട്ടുണ്ടല്ലോ. സോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നിന്ന് വ്യൂ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങോട്ട് കുറേ ഉണ്ട് നടക്കാൻ. ആൾക്കാർ ജോഗിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ നല്ല ബിൽഡിങ്ങുണ്ട്. ഇതാണ് മുംബൈയിലെ കാഴ്ചകൾ. പുള്ളി ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ സമാധാനമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇവിടെ എന്തോ കൊക്കൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. കൊക്കിരിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിലെന്തോ ദേശാടന പക്ഷി പോലത്തെ എന്തോ സാധനം. കറക്റ്റ് എനിക്ക് എൻ്റെ പേരറിയില്ല. അവരെ പവിഴക്കാലി എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ. അതേപോലത്തെ ഒരു ഐറ്റമാണ്. നമ്മളങ്ങനെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് നടക്കണമല്ലേ മുംബൈയിൽ മറൈൻ ഡ്രൈവ് കൂടി നടക്കണം. ഇത് നമ്മുടെ കൊച്ചിയിലെ 3 ഇരട്ടിയാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് നടക്കാനായിട്ട്. ഫ്ലോയിലിങ്ങനെ നടന്നു പോകും. നമ്മളങ്ങനെ കുറേ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞ് കുറച്ച് മരങ്ങളുള്ള ഏരിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണലുണ്ട്. ബസ്സുകളൊക്കെ ഫുള്ള് ടാക്സി സ്റ്റാൻഡ് ഉണ്ടോ. പൈസയിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളവിടുത്തെ തല്ലിത്തേങ്ങ അതല്ല കേട്ടോ, അതല്ല, വേറെന്താ സാധനമാണ്. കൊച്ചിന് മോഹമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണല്ലോ. കൊച്ചാണ് ബുദ്ധനാണ്. കുട്ടിയാ. നമ്മൾ ഫസ്റ്റ് ഏകദേശം ഒരു ഭാഗത്തായിട്ടായിരുന്നു. പിന്നെ ഇത്രയും നടന്നിങ്ങോട്ട് വന്നു. ഇനിയുണ്ട് അങ്ങോട്ട് കുറേ പോകാനുണ്ട്. നല്ല വ്യൂ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ഇട്ടിച്ച് ഇവിടെ നല്ല വീതി ഉണ്ട് കേട്ടോ. ഞാൻ ഇരുന്ന സ്ഥലത്ത് ആദ്യം ഇരുന്ന സ്ഥലത്ത് വീതിയില്ല. ഇവിടെ പിന്നെ മരങ്ങളുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടി വെട്ടം. കുറച്ചൊക്കെ നടന്നു. ഫൈനലി നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മറൈൻ ഡ്രൈവ് മുംബൈ. സോ ഇതാണ് ഇതിൻ്റെ എൻഡ്. അവിടെ നോക്കുമ്പോഴും മുംബൈൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എൻഡ്.
അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു അപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ പ്ലസ് നടന്നിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളപ്പോൾ മറൈൻ ഡ്രൈവ് കണ്ടിട്ട് തിരിച്ചു പോകണം കേട്ടോ. അടുത്ത് എങ്ങോട്ടാണെന്നൊരു പ്ലാനില്ല. ഞാൻ നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇന്നലെ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ വടാപ്പാവ് ട്രെയിനിൽ നിന്ന് കഴിച്ച്, ഉച്ചക്കൊന്നും കഴിച്ചില്ല. വൈകുന്നേരമൊക്കെ പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ക്രാക്ക് ജാക്സാണ്, അത് തന്നെ ബാക്കി രാത്രിയും കഴിച്ചിരുന്നില്ല. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ വീണ് പോകും. ഒന്നാമത് ലഗേജും കുറേ ഉണ്ട്, പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് താങ്ങണില്ല ബോഡി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്